ഇസ്ലാമിക മതവിശ്വാസം അനുസരിച്ച് ഏതെങ്കിലും വ്യക്തികളുടെ പേരിൽ പള്ളികൾ അറിയപ്പെടാൻ പാടും. ആദ്യ പ്രവാചകൻ മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി വരെയുള്ള പ്രവാചക പരമ്പരകളിൽ ആരുടെയെങ്കിലും പേരിൽ പള്ളിയുണ്ടോ? ഇല്ല എങ്കിൽ ബാബറുടെ പേരിൽ മാത്രം എങ്ങനെ പള്ളി വന്നു? പ്രവാചകന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യത്തെയും ആധ്യാത്മിക സാമ്രാജ്യത്തെയും ഒരുപോലെ നയിച്ചു കൊണ്ടുപോയ ഖലീഫമാരുണ്ടായിട്ടുണ്ട്. ഈ ഖലീഫമാരിൽ ആരുടെയെങ്കിലും പേരിൽ ലോകത്തെവിടെയെങ്കിലും പള്ളിയുണ്ടോ? ഇല്ല എങ്കിൽ ബാബറുടെ പേരിൽ മാത്രം എങ്ങനെ പള്ളി വന്നു? 1206 മുതൽ 1750 വരെ ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഇരുന്നിട്ടുണ്ട്. ഉത്തരേന്ത്യ നിരവധി ഭരണകർത്താക്കൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. സുൽത്താൻ വംശം ഉണ്ടായിട്ടുണ്ട്, മുഗൾ വംശം ഉണ്ടായിട്ടുണ്ട്. ഈ സുൽത്താന് തന്നെ 5 വംശങ്ങൾ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അടിമവംശമുണ്ട്, ഖിൽജിയുണ്ട്, സയ്യദുണ്ട്, ലോധിയുണ്ട്, തുഗ്ലക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ ആരുടെയെങ്കിലും പേരില് പ്രഗത്ഭരായ ഒരുപാട് ഭരണാധികാരികൾ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരുടെയെങ്കിലും പേരിൽ പള്ളിയുണ്ടോ? ഇല്ല എങ്കിൽ ബാബറുടെ പേരിൽ മാത്രം എങ്ങനെ പള്ളി വന്നു? ഇനി ബാബർ വളരെ ചുരുങ്ങിയ കാലം ഡൽഹി ഭരിച്ചിട്ടുള്ളൂ. ചുരുങ്ങിയ 3 വർഷമേ ഭരിച്ചിട്ടുള്ളൂ. ബാബർക്ക് ശേഷം അക്ബർ ദ ഗ്രേറ്റ്, ഹുമായൂണിന്റെ പുത്രനായ അക്ബർ ദ ഗ്രേറ്റ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. ഒരുപാട് പള്ളികൾ അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫത്തേപൂർ സിക്രിയിലും സെക്കൻഡറാബാദിലും ഒക്കെ ഒരുപാട് പള്ളികൾ അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നു പോലും അക്ബറി മസ്ജിദ് അല്ല. കല്ലുകൊണ്ട് കവിത രചിച്ച ഷാജഹാൻ കെട്ടിയ പള്ളികൾക്ക് കണക്കില്ല. ആഗ്രയിലെ മുത്തുപ്പള്ളിയും ഡൽഹിയിലെ ജുമാ മസ്ജിദും അടക്കം നീണ്ട നിര. ഇതിലേതെങ്കിലും ഒന്ന് ഷാജഹാനി മസ്ജിദാണ്? അല്ല എങ്കിൽ ബാബറുടെ പേരിൽ മാത്രം എങ്ങനെ പള്ളി വന്നു? ഇവിടെയാണ് ആദ്യത്തെ അട്ടിമറി. ഇസ്ലാമിക സമൂഹത്തെ തീവ്രവാദത്തിലേക്ക് എടുത്തു നയിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ അട്ടിമറി നടന്നത് പേരിന്റെ കാര്യത്തിൽ. ബാബർക്ക് ശേഷം അക്ബർ ദ ഗ്രേറ്റ്, ഹുമായൂണിന്റെ പുത്രനായ അക്ബർ ദ ഗ്രേറ്റ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. ഒരുപാട് പള്ളികൾ അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫത്തേപൂർ സിക്രിയിലും സെക്കൻഡറാബാദിലും ഒക്കെ ഒരുപാട് പള്ളികൾ അക്ബർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നു പോലും അക്ബറി മസ്ജിദ് അല്ല.
നിരകൾക്ക് കണക്കില്ല. ആഗ്രയിലെ മുത്തുപ്പള്ളിയും ഡൽഹിയിലെ ജുമാ മസ്ജിദും അടക്കം നീണ്ട നിര. ഇതിലേതെങ്കിലും ഒന്ന് ഷാജഹാനി മസ്ജിദാണ്? പാവപ്പെട്ട അയ്യപ്പൻ പോണ വഴിക്ക് എരുമേലി പോണു, വാവരുടെ പള്ളി പോണു. അയ്യപ്പന് സമർപ്പിക്കുന്ന അതേ ഭയഭക്തി ബഹുമാനത്തോടുകൂടി വാവര് സ്വാമിയുടെ നടയിലും നമ്മൾ കാശിടുന്നു. പാവപ്പെട്ട അയ്യപ്പൻ പോണ വഴിക്ക് എരുമേലി പോണു, വാവരുടെ പള്ളി പോണു. അയ്യപ്പന് സമർപ്പിക്കുന്ന അതേ ഭയഭക്തി ബഹുമാനത്തോടുകൂടി വാവര് സ്വാമിയുടെ നടയിലും നമ്മൾ കാശിടുന്നു. എവിടെ നിന്നാ എന്ന് അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് മറ്റുള്ള പണങ്ങളെ പറ്റി പണം ചിന്തിക്കുന്നില്ല? മദർ തെരേസയുടെ ജീവചരിത്രത്തിൽ പറയുന്നു, ലൂർദ് സന്യാസി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ, വിദ്യാലയത്തിൽ നിന്ന് ജോലി രാജിവെച്ച് പാവങ്ങളെ സേവിക്കാനായി ഇറങ്ങുമ്പോൾ 5 രൂപയും ഒരു ജപമാലയും ഒരു തിരുഹൃദയ രൂപവും മാത്രമാണ് മദർ തെരേസയുടെ കൈവശം ഉണ്ടായിരുന്നത്. ജീവചരിത്രം വായിച്ചു നോക്കുക. 5 രൂപയും ഒരു ജപമാലയും ഒരു കുരിശു രൂപവും മാത്രമായിട്ട് ലൂർദ് സന്യാസി സഭയുടെയും വിദ്യാലയത്തിന്റെയും പടിയിറങ്ങിയ മദർ തെരേസ 8 മാസത്തിനുള്ളിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഉണ്ടാക്കി, അനാഥർക്ക് വേണ്ടി അനാഥാലയം കെട്ടി. എവിടുന്നുണ്ടായി പണം ചിന്തിച്ചില്ലല്ലോ, എവിടുന്നുണ്ടായി പണം ചിന്തിച്ചില്ലല്ലോ. പക്ഷേ
അത് കാരണം അതിന്റെയൊക്കെ പിന്നിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ പിന്നിലേക്ക് നോക്കിയാൽ ഒരുപാട് കാരണം നമുക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ഗാന്ധിജി വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞത് അതൊരു ഹിന്ദുവാണ് ചെയ്തത്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അതൊരു ഹിന്ദുവാണ്. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിച്ച മൗണ്ട് ബാറ്റനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പൊ ചിലത് പറഞ്ഞാൽ ചില ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു വാദഗതി ആദ്യം നമുക്ക് തീർച്ചയായിട്ടും നെഹ്റുവിന്റെ വാദഗതികളെ മറിച്ച് മാറ്റിവെക്കാം. നമുക്ക് വ്യക്തമായി നോക്കിയാൽ കാണാം, ഗാന്ധിജിയെ വെടിവെച്ചു എന്നറിഞ്ഞ സമയത്ത് നെഹ്റുവും മൗണ്ട് ബാറ്റനും ഒരുമിച്ച് നിൽക്കുന്നിടത്ത് മൗണ്ട് ബാറ്റൻ വിളിച്ചു പറയാണ്, ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയായ മൗണ്ട് ബാറ്റൻ വിളിച്ചു പറയാണ്, ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദുവാണെന്ന്. ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദു, അതൊരു മനുഷ്യനാണോ എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനാണോ എന്ന് പോലും അറിയുന്നതിന് മുമ്പ് മൗണ്ട് ബാറ്റൻ പറയണം അതൊരു ഹിന്ദുവാണ്. അടുത്ത് നിൽക്കുന്ന ആള് ചോദിച്ചു അതെങ്ങനെ എത്ര ഉറപ്പിച്ച് പറയാൻ പറ്റാന്ന്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞേ പറ്റൂ. മൗണ്ട് ബാറ്റന്റെ വായിൽ നിന്ന് വന്നതാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞേ പറ്റൂ. ഇന്നത്തെ കാലാവസ്ഥയിൽ ഇത് എഴുതി വെച്ചത് ഇന്ത്യക്കാരല്ല. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന സായിപ്പിന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് അടിവരയിട്ട് രേഖപ്പെടുത്തേണ്ട ഭാഗമാണ് അതൊരു ഹിന്ദുവാണ് എന്ന് യാതൊരു തെളിവും കൂടാതെ മൗണ്ട് ബാറ്റൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഒരു തിരക്കഥയുണ്ടായിരുന്നു. ആ തിരക്കഥയുടെ ഫലം, കാരണം മൗണ്ട് ബാറ്റൻ അങ്ങനെ പറഞ്ഞപ്പോൾ നെഹ്റുവിന് പലതും മനസ്സിലായി, ഇത് പലരുമാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അതിൽ നിന്ന് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ഗാന്ധിജി വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞത് അതൊരു ഹിന്ദുവാണ് ചെയ്തത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ച മൗണ്ട് ബാറ്റനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. അന്നത്തെ വൈസ്രോയായ മൗണ്ട് ബാറ്റൻ വിളിച്ചു പറയാണ്, ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദുവാണെന്ന്. ഗാന്ധിജിയെ വെടിവെച്ചു അതൊരു ഹിന്ദു, കാരണം മൗണ്ട് ബാറ്റൻ അങ്ങനെ പറഞ്ഞപ്പോൾ നെഹ്റുവിന് പലതും മനസ്സിലായി, ഇത് പലരുമാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അതിൽ നിന്ന് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും. തങ്ങൾക്ക് കുടുംബ സ്വത്തായി